ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കുതിപ്പ് തുടർന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുള്ളാമിനെ 2-നെതിരെ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പുതിയ പരിശീലകന് കീഴിൽ തുടർച്ചയായ 3-ാം ജയമാണ് യുണൈറ്റഡ് സ്വന്തമാക്കിയത്. ടോട്ടനം മാഞ്ചസ്റ്റർ സിറ്റി മത്സരം 2 ഗോളുകൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ആസ്റ്റൺ വില്ലയെ ബ്രെൻഫോർഡ് അട്ടിമറിച്ചു. നോട്ടിംഗ്ഹാം ക്രിസ്റ്റൽ പാലസ് മത്സരം സമനിലയിൽ അവസാനിച്ചു. സ്പാനിഷ് ലീഗിൽ റയോ വേക്കാനയെ 1-നെതിരെ 2 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് തോൽപ്പിച്ചു. കാര്യവട്ടത്തെ ഇന്ത്യ ന്യൂസിലൻഡ് T20-യിൽ കാണികൾക്കുണ്ടായ അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അമിത നിരക്കിൽ കുടിവെള്ളമടക്കം വിറ്റവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് BCCI ഉറപ്പു നൽകിയതായി KCA അറിയിച്ചു. 10 ഇരട്ടി നിരക്കിൽ കുടിവെള്ളമടക്കം വിറ്റെന്ന മത്സരത്തിന് ശേഷം വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നടപടി. വരും കാലങ്ങളിൽ സ്റ്റേഡിയങ്ങളിൽ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്നും KCA വ്യക്തമാക്കി. സൗദി പ്രോ ലീഗിൽ 1-ാം സ്ഥാനം ലക്ഷ്യമിട്ട ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ ഇന്ന് കളത്തിലിറങ്ങും. അൽ റിയാദാണ് അൽ നസറിന്റെ എതിരാളി. രാത്രി 8:45-നാണ് മത്സരം. വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിനെ മറികടന്ന് ഡൽഹി ക്യാപിറ്റൽസ് പ്ലേ ഓഫിലെത്തി. നിർണായക ഗ്രൂപ്പ് മത്സരത്തിൽ UP വാരിയേഴ്സിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഡൽഹി പ്ലേ ഓഫിലെത്തിയത്. 122 വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഡൽഹി ലോറയുടെയും ക്യാപ്റ്റൻ ജെമിമ റോഡ്രിഗസിന്റെയും കരുത്തിൽ 8 പന്തുകൾ ശേഷിക്കെ ലക്ഷ്യം മറികടന്നു. നാളെ നടക്കുന്ന പ്ലേ ഓഫിൽ ഗുജറാത്ത് ജയൻസ് ആണ് ഡൽഹിയുടെ എതിരാളികൾ.